മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് LLP യെ കുറിച്ചാണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്. ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ പ്രകാരമാണ് നമ്മൾ ആ ഒരു ബിസിനസ് റൺ ചെയ്യുക. പക്ഷേ കമ്പനിയിലോട്ട് പോകുന്ന സമയത്ത് കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറയുന്നത് അതുപോലെയാണ് ആ ഒരു കമ്പനി റൺ ചെയ്യുക. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം എന്നുള്ള ഒരു ബിസിനസ്സിലോട്ട് ഞാൻ നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ് വിചാരിക്കുക, ഞാനും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈക്വൽ എമൗണ്ട് ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ LLP-യിലാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, എങ്ങനെ ഒരു 90% പ്രോഫിറ്റ് ഷെയർ എനിക്കും നിങ്ങൾക്ക് 10%. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും, ഈക്വൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും. പക്ഷേ ഇവിടെ കമ്പനിയിലോട്ട് വരുമ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാര്യങ്ങളൊക്കെ. ഇവിടെ പാർട്ട്നേഴ്സ് ഇല്ല, കമ്പനിയിൽ വരുന്ന സമയത്ത് അവിടെ പാർട്ട്നേഴ്സ് ഇല്ല, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ആരാണ് കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവർക്കാണ് അതിൽ കൂടുതൽ വോട്ടിംഗ് റൈറ്റ്, അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. പക്ഷേ നോർമൽ പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് എന്താണ് പാർട്ട്ണർഷിപ്പിൽ ഡീഡിൽ എഴുതി വെച്ചിട്ടുള്ളത്, അതിൽ ആരാണ് മാനേജിംഗ് പാർട്ണർ, ഇവരാണ് അതിൻ്റെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, മറ്റു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫണ്ടിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുക. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യും. പക്ഷേ ഒരു നോർമൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്ക് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ വ്യക്തി നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർ ആയിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും കമ്പനി ആയിട്ട് നിങ്ങൾ ഫണ്ട് റൈസ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ കൂടുതലും ഫോക്കസ് ചെയ്യുക കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ, LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വെരി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.